ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSC ഒരിക്കൽ കൂടി സ്വാഗതം. ഓക്കെ, എല്ലാവരും അറിഞ്ഞു കാണും EMRS സ്റ്റാഫ് സെലക്ഷൻ എക്സാംസ് ESSC 2025 ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് TGT PGT വേക്കൻസീസ് വിളിച്ചിട്ടുണ്ട്. 7000 പരം വേക്കൻസീസ് ഉണ്ട്. അത് ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം അതിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ അയക്കാനുള്ള ഡേറ്റ് 19 മുതൽ സ്റ്റാർട്ട് ചെയ്തു. ഈ സെപ്റ്റംബർ 19 മുതൽ നിങ്ങൾക്ക് ഒക്ടോബർ 23 വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികൾക്കും കൂടി വേണ്ടിയിട്ടാണ്. നിങ്ങൾ വ്യക്തമായിട്ട് അത് കേൾക്കണം, ശ്രദ്ധിക്കണം. ഓക്കെ, 2025 പോസ്റ്റ് ചെയ്ത് വിളിച്ചിരിക്കുന്നത് പ്രിൻസിപ്പൽ വിളിച്ചിട്ടുണ്ട്. TGT പ്രിൻസിപ്പൽ 225 വേക്കൻസി, PGT 1460, TGT 3962, ഫീമെയിൽ സ്റ്റാഫ് നഴ്സ് 550, ഹോസ്റ്റൽ വാർഡൻ 635, അക്കൗണ്ടന്റ് 61, അതുപോലെ JSA 228, ലാബ് അറ്റൻഡന്റ് 146, ലാബ് അറ്റൻഡന്റ് 146, അതുപോലെ തന്നെ ഓക്കെ, അങ്ങനെ ടോട്ടൽ 7267 വേക്കൻസികളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അതില് ഓരോന്നും സെപ്പറേറ്റ് ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ നിങ്ങളോട് എന്തുകൊണ്ടാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ EMRS ആയിക്കോട്ടെ, KVS ആയിക്കോട്ടെ, NVS ആയിക്കോട്ടെ, AEES ആയിക്കോട്ടെ, DSSB ആയിക്കോട്ടെ, എന്ത് വിളിച്ചു കഴിഞ്ഞാലും നമുക്ക് വിളിക്കുന്ന സമയത്ത് സെപ്പറേറ്റ് കാറ്റഗറി വൈസ് ആണ് വിളിക്കുന്നത്. നിങ്ങളുടെ ഒരാളുടെ കാറ്റഗറിയിൽ മറ്റൊരാൾ വന്ന് എന്ത് ചെയ്യത്തില്ല, എടുത്തുകൊണ്ട് പോകത്തില്ല, വേക്കൻസീസ് അങ്ങോട്ട് കൊണ്ടുപോകത്തില്ല. അതായത് അൺറിസർവ് എന്നുള്ള കാറ്റഗറി വിളിക്കും, EWS എന്നുള്ള കാറ്റഗറി വിളിക്കും, OBC NCL, OBC നോൺ ഫെമിലിയർ, SC ST, പിന്നെ ദിവ്യാംഗർ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വിളിക്കും. അതായത് ഓരോ കാറ്റഗറിയും, ഇപ്പം ഹിയറിംഗ് ഇമ്പേഴ്സ് ആണോ, അല്ലെങ്കിൽ വിഷൻ ഇമ്പേർഡ് ആണോ, സെർവൽ പാൾസി ആണോ, അങ്ങനെയുള്ള സെപ്പറേറ്റ് ആയിട്ട് വിളിക്കുന്നതുകൊണ്ട് തന്നെ ഈ വേക്കൻസികൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എഴുതി എടുക്കുവാനാണ്. അതിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഇംഗ്ലീഷ്, ഹിന്ദി, മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, ഹിസ്റ്ററി, ജിയോഗ്രഫി, കൊമേഴ്സ്, എക്കണോമിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, മൊത്തം 1460 വേക്കൻസീസ് ആണ് വിളിച്ചിട്ടുള്ളത്. അത് ഓരോന്നും കാറ്റഗറി വൈസ് ചെയ്തും വിളിച്ചിട്ടുണ്ട്. ഓക്കെ, രണ്ടാമതായിട്ട് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ആണെങ്കിൽ ഹിന്ദി, ഇംഗ്ലീഷ്, മാത്സ്, സോഷ്യൽ സ്റ്റഡീസ്, സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്. ഇവിടെ ഒരു ഡൗട്ട്സ് എല്ലാവർക്കും വരുന്നത് എന്തുകൊണ്ട് നമ്മുടെ TGT ഫിസിക്സ്, TGT കെമിസ്ട്രി എന്ന് വിളിക്കുന്നില്ല. നമ്മുടെ ഈ സെൻട്രൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അത് KV, NV, EMRS എന്തായി കഴിഞ്ഞാലും TGT സയൻസ് എന്നുള്ള കാര്യമാണുള്ളത്. അപ്പം ഈ ഓരോ സബ്ജക്റ്റിനും സബ്ജക്ട് കോമ്പിനേഷൻ ഉണ്ട്. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് ഒരു കാര്യം സെപ്പറേറ്റ് വീഡിയോയിൽ വരുന്നുണ്ട്, നിങ്ങളുടെ സബ്ജക്ട് കോമ്പിനേഷൻ. എന്നാൽ ഇവിടെ ഒരു കാര്യം പറയും, ഇപ്പോൾ സയൻസ് TGT സയൻസ് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർ തീർച്ചയായിട്ടും മെയിൻ സബ്ജക്റ്റ് ആയിട്ട് ഒരു ബയോളജി സയൻസ് സബ്ജക്ട് പഠിച്ചിരിക്കണം. ഒരു ബയോളജി സയൻസ് പഠിച്ചിരിക്കണം. ബയോളജി അല്ലെങ്കിൽ ബോട്ടണി ഓർ സുവോളജി, ഇത് മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണം മെയിൻ ആയിട്ട് പഠിക്കുകയും പ്ലസ് സബ്സിഡിയറി ആയിട്ട് കെമിസ്ട്രി പ്ലസ് അതർ സബ്ജക്ട്, കെമിസ്ട്രി മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം, അതർ സബ്ജക്ട്. അങ്ങനെയുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള അവർക്ക് മാത്രമേ TGT സയൻസ് അപ്ലൈ പറ്റുള്ളൂ. അല്ലാതെ BSc ഫിസിക്സ് പഠിച്ചവർക്കോ BSc കെമിസ്ട്രി പഠിച്ചവർക്കോ ഒന്നും TGT സയൻസ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതാണ് ആ സബ്ജക്ട് കോമ്പിനേഷൻ എന്ന് പറയുന്ന ചെറിയൊരു എക്സാമ്പിൾ. ബാക്കി ഓരോന്നിന്റെയും ഹിന്ദിയുടെയും ഇംഗ്ലീഷിന്റെയും മാത്സിന്റെയും സോഷ്യലിന്റെയും കമ്പ്യൂട്ടർ സയൻസിന്റെ ഒക്കെ സബ്ജക്ട് കോമ്പിനേഷൻ ചെയ്തു തരാം. അതോടൊപ്പം തന്നെ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ റീജിയണൽ ലാംഗ്വേജ് ഉണ്ട്. നമുക്കറിയാം മലയാളം നമ്മുടെ റീജിയണൽ ആയിട്ട് വരുന്നത് മലയാളമാണ്. അപ്പൊ മലയാളത്തിനും വിളിച്ചിട്ടുണ്ട്. ഓക്കെ, മലയാളത്തിനും വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ബാക്കി മലയാളം ഉണ്ട്, പിന്നെ തമിഴ്, തെലുങ്ക്, ഉറുദു, കന്നഡ, അങ്ങനെ പോകുന്ന ഒരുപാട് സബ്ജക്റ്റുകൾ റീജിയൻസ് ആയിട്ട് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതർ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് മ്യൂസിക് ടീച്ചർ, ആർട്സ് ടീച്ചർ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ മെയിൽ ആൻഡ് ഫീമെയിൽ സെപ്പറേറ്റ് വിളിച്ചിട്ടുണ്ട്, ലൈബ്രറിയും വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയുമാണ് വേക്കൻസീസ് വിളിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ നോൺ ടീച്ചിങ് ഹോസ്റ്റൽ വാർഡൻ ഫീമെയിൽ ആൻഡ് മെയിൽ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. ഒത്തിരി വേക്കൻസീസ് വിളിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്റ്റാഫ് നഴ്സ്, അക്കൗണ്ടന്റ്, ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ്, ലാബ് അറ്റൻഡന്റ്, ഇത്രയും പോസ്റ്റുകളാണ് ഇവിടെ വിളിച്ചിരിക്കുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ പേര് സംശയം ചോദിക്കുന്നതാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ. നിങ്ങളുടെ TGT ഏതായിക്കോട്ടെ അപ്ലൈ ചെയ്യണമെങ്കിൽ TGTയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് B.Ed ഉണ്ടായിരിക്കണം. അതാത് സബ്ജക്റ്റിലെ B.Ed പ്ലസ് CTET 2 വേണം. CTET 2 ഉണ്ടായിരിക്കണം TGT അപ്ലൈ ചെയ്യാൻ. PGT അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഓൺലി PG ഏത് സബ്ജക്റ്റ് ആണോ അതിലുള്ള PG പ്ലസ് B.Ed മാത്രം മതി, വേറെ ഒന്നും വേണ്ട. CTETോ KTETോ നെറ്റോ സെറ്റോ PhD അങ്ങനെ ഒന്നും വേണ്ട. ജസ്റ്റ് PG പ്ലസ് B.Ed മാത്രമാണ് PGTയുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറിന്റെ ക്വാളിഫിക്കേഷൻ. പോസ്റ്റ് ഗ്രാജുവേഷൻ നമുക്ക് അറിയാമല്ലോ. 9, 10, 11, 12, 9ാം ക്ലാസ്, 10ാം ക്ലാസ്, 11ാം ക്ലാസ്, 12ാം ക്ലാസ്, ഇത്രയാണ് PGT എന്ന് പറയുന്നത്. TGT എന്ന് പറയുമ്പോഴത്തേക്ക് 6, 7, 8 ഇത്രയും ക്ലാസ്സുകളാണ് TGT എന്ന് പറയുന്നത്. മുകളിലുള്ളത് PRT ആണ്, തൊട്ട് മുകളിലുള്ള PRT ആണ്. PRT 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകളാണ്. ഇതിൽ PRT ഇല്ല. ഓക്കെ, EMRS PRT ഇല്ല, ജസ്റ്റ് TGT PGT മാത്രം. ഇതാണ് ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്നത് ഒന്ന് പറഞ്ഞുതരാം. ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്നത് ആദ്യം ഒരു ജനറൽ ആയിട്ടുള്ള കാര്യം പറയാം. അതായത് ഗേൾസ്, പെൺകുട്ടികൾ, സ്ത്രീകൾക്ക് അത് ഏത് കാറ്റഗറി ആയിക്കോട്ടെ, ഓക്കെ, ജനറൽ ആയിക്കോട്ടെ, OBC ആയിക്കോട്ടെ,
EWS ആയിക്കോട്ടെ, SC/ST ആയിക്കോട്ടെ, അവർക്ക് ഈ TGT PGT അപ്ലൈ ചെയ്യാനുള്ള പരിധി എന്ന് പറയുന്നത് 50 വയസ്സാണ്. ഓക്കെ, 50 വയസ്സ്. വുമൺസിന് സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും 50 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പം പ്രായം കഴിഞ്ഞുപോയി, PSC അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, എന്റെ എല്ലാം നഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിച്ചു സെൻഡിയായി ഡെസ്പായി ഇരിക്കുന്നവരൊക്കെ ഉണരൂ, ഇതിന് അപ്ലൈ ചെയ്യൂ. ഓക്കെ, എന്തുകൊണ്ടാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പറയുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രണ്ടാമത്തെ കേസിന് സംശയം ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മുകളിൽ അഡ്മിഷന്റെ നമ്പർ തന്നെ, ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അതിന് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ, എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നും അപ്ലൈ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. ലാസ്റ്റ് ഒരിക്കൽ കൂടി പറയുന്നു, തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാവരും ഇത് അപ്ലൈ ചെയ്തിരിക്കണം. 2025 EMRS ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്ന് പറയുന്ന ഈ TGT PGT നോൺ ടീച്ചിങ് പോസ്റ്റുകളിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്തിരിക്കണം. ഓക്കെ, കിട്ടാൻ 101% അല്ല 101% ഉറപ്പുള്ള, അതായത് എത്രയും പെട്ടെന്ന് നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന സമയത്തിൽ ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗം, ഒരു ടീച്ചർ പാഷൻ, ടീച്ചിങ് എന്ന് പറയുന്ന പാഷൻ, ടീച്ചർ ജോബ് നിങ്ങളുടെ കയ്യിലേക്ക് വരാനുള്ള ഒരു നല്ല ഒരു ഓഫർ ആണ് ഗവൺമെന്റ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ആ അവസരം നിങ്ങൾ തീർച്ചയായിട്ടും മുതലാക്കണം, നഷ്ടപ്പെടുത്തരുത്. ഇത്രയും കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത്. ക്ലാസ് അവൈലബിൾ ആവണം എന്ന ആഗ്രഹമുള്ളവർ, ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യണം എന്ന ആഗ്രഹമുള്ളവർക്ക് ഈ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാവുന്നതാണ്, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, എനിവേ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.